ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലും ഇമ്പോർട്ടൻസ് ചോദിച്ചാലും അഡ്വാൻറ്റേജസ് ചോദിച്ചാലും സ്കോപ്പ് ചോദിച്ചാലും ഈ ഉത്തരം എഴുതിയാൽ മതി. എന്തൊക്കെയാണ് എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലും ഇമ്പോർട്ടൻസ് ചോദിച്ചാലും അഡ്വാൻറ്റേജസ് ചോദിച്ചാലും സ്കോപ്പ് ചോദിച്ചാലും ഈ ഉത്തരം എഴുതി വെച്ചാൽ മതി. അപ്പോൾ എക്കണോമിക് പ്ലാനിങ്ങിന് എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലും ഇമ്പോർട്ടൻസ് ചോദിച്ചാലും അഡ്വാൻറ്റേജ് ചോദിച്ചാലും സ്കോപ്പ് ചോദിച്ചാലും ഞാൻ ഈ പറയാൻ പോകുന്നത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, പോയിന്റുകൾ പഠിക്കുക. എക്സ്പ്ലനേഷൻ ഞാൻ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് തന്നെയാണ്. അപ്പോൾ എക്കണോമിക് പ്ലാനിങ്ങിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ എന്ത് കൂട്ടുന്നു? ഗ്രോത്ത് കൂട്ടുന്നു. എന്ത് കൂട്ടുന്നു? ഗ്രോത്ത് കൂട്ടുന്നു, വളർച്ച. അപ്പോൾ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച തന്നെയാണ്, എക്കണോമിക് ഗ്രോത്ത് തന്നെയാണ്. അതായത് നമ്മുടെ എക്കോണമിയിൽ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്ലാൻ ചെയ്യുന്നത്, നമ്മുടെ എക്കോണമിയിൽ പ്ലാനിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ വളർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ്. അത് ഒന്നാമത്തെ പോയിന്റ്. എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ലക്ഷ്യം എന്ത് തന്നെയാണ്? എക്കണോമിക് ഗ്രോത്ത് തന്നെയാണ്. അപ്പോൾ എക്കണോമിക് പ്ലാനിങ് എന്ത് ഇൻക്രീസ് ചെയ്യുന്നു? നമ്മുടെ രാജ്യത്തിൻ്റെ എന്ത് ഇൻക്രീസ് ചെയ്യുന്നു? ഗ്രോത്ത്. എന്തുവാ? ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ദി കൺട്രീസ് എക്കണോമിക് ഗ്രോത്ത്. ഇനി അടുത്തൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ, എക്കണോമിക് പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ, നമ്മുടെ രാജ്യത്ത് കുറേ ആൾക്കാരില്ലേ, കുറേ അധികം ആളുകൾ വിദ്യാഭ്യാസം ഉള്ളവരില്ലേ, അവർക്കെല്ലാം എന്ത് കൊടുക്കുക? തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, എംപ്ലോയ്മെൻറ്റ്. എന്തുവാ? എംപ്ലോയ്മെൻറ്റ്. നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അൺഎംപ്ലോയ്മെൻ്റ് അല്ലേ, അത് തുടച്ചു മാറ്റി എല്ലാവരിലേക്കും തൊഴിലവസരങ്ങൾ എത്തിച്ചു കൊടുക്കുക, അതും എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ്. എംപ്ലോയ്മെൻറ്റ് എങ്ങനെ? എന്തുവാണ് എംപ്ലോയ്മെൻറ്റ്? എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? നമ്മളെല്ലാം പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജോലി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ രണ്ടാമത്തെ എക്കണോമിക് പ്ലാനിങ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്തുവാണ്? എംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ എഴുതാം. ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ലെവൽ. എക്കണോമിക് പ്ലാനിങ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ലെവൽ. എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്. എന്തിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ലെവൽ കൂട്ടുക. എങ്ങനെ? ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്. എന്തിനെ ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് മക്കളെ? നമ്മുടെ രാജ്യത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സിനെ ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്തുവാണ്? എക്കണോമിക് പ്ലാനിൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ രണ്ടാമത്തെ പോയിന്റ് എന്തുവാ? എംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഇൻക്രീസ് ചെയ്യണം എംപ്ലോയ്മെൻറ്റ് ലെവൽ. എങ്ങനെ ഇൻക്രീസ് ചെയ്യണമെന്നാണ് പറയുന്നത്? ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്. എന്തിനെ ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്? നമ്മുടെ രാജ്യത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സിനെ ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്. അപ്പം എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് പിള്ളേർ? ഒന്നാമത്തത് എക്കണോമിക് ഗ്രോത്ത്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച. രണ്ടാമത്തത് നമ്മുടെ രാജ്യത്ത് തൊഴിലവസരം സൃഷ്ടിക്കുക, എംപ്ലോയ്മെൻറ്റ്. അതെങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? എംപ്ലോയ്മെൻറ്റ് ലെവൽ കൂട്ടുന്നത് എങ്ങനെയാണ്? ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്. എന്തിനെ? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിനെ. ആ രണ്ട് പോയിൻ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടേ തുടർന്ന് വീഡിയോ കാണാവുള്ളൂ. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ 3 തരത്തിലുള്ള ആളുകളുണ്ട് അല്ലേ? ഹൈ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് അല്ലേ? ഭയങ്കര പൈസക്കാർ. പിന്നെ മിഡിൽ ക്ലാസ്, വലിയ പൈസയൊന്നും ഇല്ലെങ്കിൽ ജീവിച്ചു പോകാം. പിന്നെ താഴേക്കിടയിലുള്ള ആൾക്കാർ, ലോവർ ക്ലാസ്. ഇതിനെയാണ് ഇൻകം ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇൻകം എന്തുവാ? ഇൻഇക്വാലിറ്റി എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരിൽ മാത്രം സമ്പത്ത് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം സമ്പത്തൊന്നും ഇല്ലാതെ ദരിദ്രരായിട്ട് ജീവിക്കുന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ രാജ്യത്ത് എത്ര അംബാനിമാരുണ്ട്? നമ്മുടെ രാജ്യത്ത് എത്ര കോടീശ്വരന്മാരുണ്ട്? അതിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും ഇല്ലേ? ഇതില്ലാതാക്കുക. അപ്പോൾ ഇൻകം ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആണോ വരുമാനം? അല്ല എല്ലാവരുടെ സമ്പത്ത് ഒരേ കൂട്ടാണോ? അല്ല. നമ്മുടെ രാജ്യത്ത് ഒരു 10% പേരുടെ കാണത്തുള്ളൂ കോടീശ്വരന്മാർ. ബാക്കി എല്ലാവരും ദരിദ്രരാണ്. ബാക്കി എല്ലാവരും ജീവിതം വളരെ ദുഷ്കരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് ഇൻകം ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇത് കുറയ്ക്കുക എന്നുള്ളതും എന്തുവാണ്? ഇൻകം ഇൻഇക്വാലിറ്റി കുറയ്ക്കുക എന്നുള്ളതും എന്തിൻ്റെ തന്നെ ഒരു ഒബ്ജക്റ്റീവാണ്? എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അതുകൊണ്ടാണ് ടാക്സൊക്കെ ഇമ്പോസ് ചെയ്യുന്നത്. ഇൻകം ടാക്സൊക്കെ ഇല്ലേ? ഇൻകം ടാക്സൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ അധികം വരുമാനം ഉള്ളവരിൽ നിന്ന് കുറേയൊക്കെ ടാക്സിന് പിരിച്ചെടുക്കും. എന്നിട്ട് പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യുന്നു? അത് ഉപയോഗിച്ച് പലതരത്തിലുള്ള ഗവൺമെൻറ് പലതരത്തിലുള്ള സ്കീമുകളൊക്കെ കൊണ്ടുവന്ന് ആ പൈസയൊക്കെ പാവപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നു. ഇൻകം ടാക്സൊക്കെ അതിന് ഉദാഹരണമാണ്. മനസ്സിലായി? അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ പിന്നെ പഠിക്കാം. ഇപ്പം നമുക്കതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് അത്ര ഓർത്താൽ മതി. അപ്പോൾ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്തുവാണ്? ഇൻകം ഇൻഇക്വാലിറ്റി
കുറയ്ക്കുക, ഇൻകം ഇൻഇക്വാലിറ്റി കുറയ്ക്കുക. റെഡ്യൂസ് ഇൻകം ഇൻഇക്വാലിറ്റി. അപ്പോൾ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ 3 ഒബ്ജക്റ്റീവ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ എക്കണോമിക് ഗ്രോത്ത്, രണ്ടാമത്തെ രാജ്യത്തെ എംപ്ലോയ്മെൻറ്റ് ലെവൽ കൊണ്ടുവരിക, മൂന്നാമത്തെ രാജ്യത്തെ ഇൻകം ഇൻഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യുക. ഒന്ന് വായിച്ച് നോക്കിയേ. നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് വല്ലാത്തൊരു പ്രശ്നമാണ് മക്കളെ, പോവർട്ടി. അത് കുറയ്ക്കുക. അപ്പോൾ നാലാമത്തെ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ പോവർട്ടി കുറയ്ക്കുക. പോവർട്ടി എന്തുവാന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അപ്പോൾ റെഡ്യൂസ് ദ പോവർട്ടി ലെവൽ ഇൻ ദ കൺട്രി. അപ്പോൾ നാലാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? പോവർട്ടി കുറയ്ക്കുക, പോവർട്ടി റെഡ്യൂസ് ചെയ്യുക. അതാണ് റെഡ്യൂസ് ദി പോവർട്ടി ലെവൽ ഇൻ ദി കൺട്രി. പിന്നെന്ന് പറയുന്നത് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ നമ്മുടെ രാജ്യത്തെ അങ്ങ് മോഡേണൈസ് ചെയ്യുക. മോഡേണൈസ് ചെയ്യുക. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലാക്കുക, മോഡേണൈസ് ചെയ്യുക. നമ്മളൊക്കെ ഇത്രയൊക്കെ ഡിജിറ്റലൈസ് ആയി തുടങ്ങിയത്. പണ്ട് കാലങ്ങളൊക്കെ വളരെ നമ്മുടെ മോഡേണൈസേഷനൊക്കെ വളരെ അത്ര തൃപ്തികരമൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ വേണ്ട ഗ്ലോബലൈസേഷനൊക്കെ വന്നപ്പോഴത്തേക്ക് വിദേശ രാജ്യങ്ങളിലെ പല കമ്പനികളും ഒക്കെ വരുകയും അപ്പോൾ അവരുടെ മാതൃകയൊക്കെ നമ്മൾ പിന്തുടരാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ എക്കോണമി ഇപ്പോൾ മോഡേണൈസേഷൻ്റെ പാതയിലാണ്. അപ്പോൾ അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ് എന്ത് തന്നെയാണ്? എക്കണോമിക് മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ മോഡേണൈസ് ചെയ്യുക. ആരെയാണ്? നമ്മളെയാണോ? അല്ല, സമ്പത്ത് വ്യവസ്ഥയെ. അപ്പോൾ 5 പോയിൻ്റ് പറഞ്ഞതൊക്കെയാണ് ഒന്നുകൂടെ നോക്കാം. ഒന്നാമത് പറഞ്ഞ് എക്കണോമിക് ഗ്രോത്ത് നേടിയെടുക്കുക, എംപ്ലോയ്മെൻറ്റ് ലെവൽ കൊണ്ടുവരിക, ഇൻകം ഇൻഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യുക, പോവർട്ടി കുറയ്ക്കുക, നമ്മുടെ എക്കോണമിയെ എന്താക്കുക? മോഡേണൈസ് ചെയ്യുക. ഒന്ന് വായിച്ചു നോക്കിയേ. അടുത്ത പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ അടുത്തൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് സോഷ്യൽ ജസ്റ്റിസും ഇക്വാലിറ്റിയും കൊണ്ടുവരിക. സോഷ്യൽ ജസ്റ്റിസ് ഇക്വാലിറ്റി. എല്ലാവരും തുല്യരാണ്, നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ്, എല്ലാവർക്കും ഒരേപോലുള്ള ആനുകൂല്യങ്ങളാണ്. അങ്ങനെ സോഷ്യൽ ജസ്റ്റിസും ഇക്വാലിറ്റിയും കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ അടുത്ത ഒരു ഒബ്ജക്റ്റീവ്. അതിനെ വിളിച്ച പേരെന്തുവാ? സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ എൻഷുർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി കൊണ്ടുവരിക. എല്ലാവരും തുല്യരാണ്. അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ പിള്ളേരെ, നമ്മുടെ ലിവിങ് കൂട്ടുക എന്നറിയോ? നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്തുക. നമ്മുടെ ഈ രാജ്യത്തെ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ അടുത്തൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാം എന്ത് കൂട്ടുക? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം ഉയർത്തുക. എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള നീഡ്സുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക. അത് തന്നെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. ഇൻക്രീസ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് അവർ പീപ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര പോയിൻ്റ് പഠിച്ചെന്ന് നോക്കാം. ഒന്നും കൂടെ ഞാൻ ഒന്ന് പറയുകയാണ്. നമ്മൾ 7 പോയിൻ്റ് പഠിച്ചെന്ന് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം ഏഴെണ്ണമാണോ എന്ന്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ്, എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സാണ്. ഒന്നാമത്തെ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിലെ ഗ്രോത്ത്, തൊഴിലവസരങ്ങൾ കൂട്ടുക, ഇൻകം ഇൻഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യുക, പോവർട്ടി കുറയ്ക്കുക, നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ മോഡേണൈസ് ചെയ്യുക, സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരിക, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്തുക. ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ 8ാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. 8ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയ സമയത്ത് നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതിയായിരുന്നു. ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് നിന്ന് വിട്ടുപോയതിനു ശേഷമേ നമ്മുടെ രാജ്യത്ത് വിട്ടുപോയതിന് ശേഷം നമ്മുടെ രാജ്യത്ത് പല സാധനങ്ങളുടെ ഉൽപ്പാദനമൊക്കെ വളരെ കുറവായിരുന്നു. അത് കാരണം നമ്മൾ പല കാര്യങ്ങളും മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് കൂടുതലായിരുന്നു. ഇപ്പം ഇമ്പോർട്ട് എന്ന് പറയാൻ മറ്റു രാജ്യത്തിൽ നിന്നുള്ള ഇറക്കുമതി വളരെ കൂടുതലായിരുന്നു. എക്കണോമിക് പ്ലാനിങ്ങിൻ്റെയൊക്കെ ഒരു ഫലപ്രദമായിട്ടുള്ള എക്കണോമിക് പ്ലാനിങ്ങൊക്കെ വന്നതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് വേണ്ട പല സാധനങ്ങളും 100-ൽ 90% സാധനങ്ങളും നമ്മുടെ രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒരു മേന്മ തന്നെയാണ്. അപ്പോൾ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ അടുത്തൊരു ഒബ്ജക്റ്റീവ് എന്താണെന്നറിയോ? നമ്മുടെ രാജ്യം ഒരു രാജ്യത്തിൻ്റെ മുമ്പിലും കൈ നീട്ടേണ്ട ആവശ്യമില്ല ഇറക്കുമതി ചെയ്യാൻ. നമുക്ക് വേണ്ട സാധനം നമ്മുടെ രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെ വിളിച്ച പേരാ സെൽഫ് സഫിഷ്യൻസി. അപ്പോൾ അടുത്ത ഒബ്ജക്റ്റീവ് എന്തുവാണ്? ഇൻക്രീസ് ചെയ്യുക നമ്മുടെ രാജ്യത്തിൻ്റെ സെൽഫ് സഫിഷ്യൻസി ലെവൽ. ഇൻക്രീസ് ചെയ്യുക നമ്മുടെ രാജ്യത്തിൻ്റെ എന്തുവാ പിള്ളേരെ? സെൽഫ് സഫിഷ്യൻസി ലെവൽ. അതാ പറഞ്ഞിരിക്കുന്നത്, സെൽഫ് സഫിഷ്യൻസി. ഇൻക്രീസ് ദ കൺട്രീസ് എന്തുവാണ്? സെൽഫ് സഫിഷ്യൻസി. അപ്പോൾ നമ്മൾ എത്ര പോയിന്റ് പഠിച്ചെന്ന് ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. 4, 3, 7, 1 8 പഠിച്ചു. അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്തൊരു എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ അടുത്തൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ചില മേഖലകളിൽ ഡെവലപ്മെൻറ്റ് കൂടുതൽ, ചില മേഖലകളിൽ ഡെവലപ്മെൻറ്റ് ഒട്ടുമില്ല.
ഇല്ലേ? ചില മേഖലകൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളുണ്ട്. 14 ജില്ലകളിൽ പല പല സ്ഥലങ്ങളിൽ ഡെവലപ്മെൻറ്റ്, ചില സ്ഥലങ്ങളിൽ ഒട്ടും ഡെവലപ്മെൻ്റ് ഇല്ല, ഇല്ലേ? അപ്പോൾ ഇത് മാറ്റുക, എല്ലാ മേഖലകളിലും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളും, ഒരു മേഖലയിൽ മാത്രം, ഒരു ഏരിയയിൽ മാത്രം ഡെവലപ്മെൻറ്റ് എന്നുള്ളതല്ല, എല്ലാ മേഖലകളിലും എല്ലാ റീജിയണിലും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. അതാണ് അടുത്ത പോയിൻറ്റ്. ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. എല്ലാ റീജിയണിലും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ മേഖല, മുഴുവൻ റീജിയണിൽ എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്യുക? ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. ഇപ്പോൾ കണ്ടുവരുന്ന സാഹചര്യം എന്തുവാണ്? ചില മേഖലകളിൽ മാത്രം ഡെവലപ്മെൻറ്റ്, ചില മേഖലകളിൽ ഇപ്പോഴും എന്തില്ല? ഡെവലപ്മെൻ്റ് ഇല്ല. ഇത് കുറയ്ക്കുക, എല്ലായിടത്തും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതും എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ്, റീജിയണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എത്ര പോയിൻ്റ് പറഞ്ഞു? എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്: ഒന്നാമത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത്, എംപ്ലോയ്മെൻറ്റ് ലെവൽ കൊണ്ടുവരിക, ഇൻകം ഇൻഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യുക, പോവർട്ടി കുറയ്ക്കുക, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മോഡേണൈസ് ചെയ്യുക, സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരിക, നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്തുക, നമ്മുടെ രാജ്യം സെൽഫ് സഫിഷ്യൻസി നേടിയെടുക്കുക, എല്ലാ റീജിയണിലും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. ഏറ്റവും അവസാനമാണെങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്താവുക? സ്റ്റെബിലൈസ് ചെയ്യുക, എക്കണോമിക് സ്റ്റെബിലിറ്റി. പണ്ട് അമേരിക്ക പോലുള്ള വൻകിട രാജ്യങ്ങൾ പോലും ബാങ്കിങ് മേഖല തകർന്നു പോയപ്പോൾ നമ്മുടെ രാജ്യം പിടിച്ചു നിന്നു. അന്ന് നമ്മുടെ മൻമോഹൻ സിംഗ് ആയിരുന്നു ഫിനാൻസ് മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമായിട്ടുള്ള പ്ലാനിങ്ങും ഒക്കെ കൊണ്ടാണ് വലിയ വൻകിട രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക പോലും സാമ്പത്തിക മാന്ദ്യം നേരിടുകയും അവിടുത്തെ ബാങ്കുകളെല്ലാം പൊട്ടിപ്പോവുകയും ചെയ്ത സമയത്ത് നമ്മുടെ രാജ്യം സെൽഫ് സഫിഷ്യൻ്റ് എക്കണോമിക് സ്റ്റെബിലിറ്റിയിലാണ് നിന്നത്. കാര്യം നമ്മുടെ രാജ്യത്തെ അതൊന്നും പിടിച്ചു കുലുക്കിയില്ല. കാര്യം നമ്മുടെ രാജ്യത്തെ അന്നത്തെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററായ മൻമോഹൻ സിംഗ് ഇതിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായി നമ്മുടെ രാജ്യത്തെ ഒരു ബാങ്കുകളും പൊട്ടിപ്പോയതുമില്ല. നമ്മൾ എക്കണോമിക് സ്റ്റെബിലിറ്റിയിൽ മുന്നേറിപ്പോയി. അപ്പോൾ എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക. എന്തുവാണ് എക്കണോമിക് സ്റ്റെബിലിറ്റി? അതാണ് പറഞ്ഞിരിക്കുന്നത്, മെയിൻറ്റെയിൻ എക്കണോമിക് സ്റ്റെബിലിറ്റി. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങൾ, ഇപ്പോൾ ശ്രീലങ്കയിലൊക്കെ ഇടയ്ക്ക് എക്കണോമിക് സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നത്. പക്ഷേ അതൊന്നും നമ്മുടെ രാജ്യം ബാധിക്കും. കാര്യം നമ്മുടെ രാജ്യത്തെ സിസ്റ്റം നല്ലതാണ്, എക്കണോമിക് പ്ലാനിങ് ഒക്കെ നല്ലത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് എന്ത് പ്രശ്നം, കൊറോണ വന്ന് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ എക്കോണമി എപ്പോഴും ഒരു മീഡിയം സ്റ്റെബിലൈസ് ചെയ്താണ് പോകുന്നത്. ഇപ്പോൾ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ എക്കണോമിക് ഗ്രോത്താണ്. നമ്മുടെ രാജ്യത്ത് എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരിക, എംപ്ലോയ്മെൻറ്റ് ലെവൽ ഉയർത്തുക, ഇൻകം ഇൻഇക്വാലിറ്റീസ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പറഞ്ഞത് എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരിക, എംപ്ലോയ്മെൻറ്റ് ലെവൽ ഇൻക്രീസ് ചെയ്യുക, ഇൻകം ഇൻഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യുക, പോവർട്ടി റെഡ്യൂസ് ചെയ്യുക, നമ്മുടെ രാജ്യത്തെ മോഡേണൈസ് ചെയ്യുക, സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരിക, എല്ലാവരുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്തുക, നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആകുക, നമ്മുടെ എല്ലാ റീജിയണിലും ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരിക, നമ്മുടെ എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യുക. ഒന്ന് വായിച്ച് നോക്കിയേ.